പടം നല്ലൊരു സെന്റിമെന്റൽ ഫാമിലി ട്രാക്കാണ് നമ്മുടെ നമ്മുടെ സാറ് മാമുക്ക സാറിന്റെ മോൻ നമ്മുടെ സാർക്ക് പൊളിച്ചടിക്കിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഞാൻ പ്രതീക്ഷിച്ചു, സെക്കൻഡ് ഹാഫിൽ സാർ വന്നു. വരാൻ പാടുള്ളൂ. സാറ് ഡയലോഗ് മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഒരു ആർട്ടിസ്റ്റുകൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോ 2 സീന എനിക്ക് ഞാൻ തന്നെ സ്വന്തം ശബ്ദം പക്ഷേ സൗണ്ട് കുറഞ്ഞു ചെറുതായിട്ട്. ഞാൻ ചിലപ്പോ കുറച്ച് പറഞ്ഞു അതായത് മോഡുലേഷൻ അങ്ങനെ സെറ്റ് ചെയ്താ വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം ഗാംഭീര്യ സൗണ്ട് ഒക്കെയാണ് സാധാരണ പോലീസ് ഓഫീസർ ചെയ്യുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയി പോവല്ല. കാരണം 2 ടൈമൊക്കെ 3 ടൈമൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. അത്ര നല്ലൊരു ഹൗസ്ഫുള്ളായിരുന്നു. കാരണം ഇന്റർസ്റ്റേറ്റിന്റെ പടത്തിൽ ഫസ്റ്റ് ഫുൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തന്നെ പറയാം. സാറിന്റെ പടം ഫസ്റ്റ് ഫുൾ ഇനിയിപ്പോ അല്ല ഇനിയുള്ള ദിവസം ഷോ ഫുള്ളാട്ടെ എന്ന് പറഞ്ഞ അപ്പൊ എന്തായാലും സർക്കാർ സപ്പോർട്ട് ചെയ്യുക, പടവും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് ഉള്ള സിനിമയാണ്. പിന്നെ കോമഡി ഉണ്ട് സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ചിൽഡ്രൻസ് കുട്ടികളുടെ മൂവിയാണ്. അപ്പോൾ ഇതൊരു 1 ടൈം 3 ടൈം വാച്ചുള്ള മൂവിയാണ്. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ്. ഇന്ദ്രൻസ് ചേട്ടനാണെങ്കിലും ജാഫറൊക്കെ ആണെങ്കിലും സിനോ ചേട്ടനാണെങ്കിലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ. പിന്നെ ഡയന ഹമീദ്, പിന്നെ സുധീഷ് ചേട്ടനും ഡയന ചേച്ചിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര സിനിമ തന്നെയാണ്. നിസാർക്കെ പൊളിച്ചോടി. ഓ നല്ല പടമാണ്. അടിപൊളി റെസ്പോൺസസ് ആണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ജാഫ്രിക്ക ആണെങ്കിൽ അയ്യോ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. 2 എക്സ്ട്രീം ബോളിലുള്ള ആൾക്കാർ തീർച്ചയായും ഇത് ഫുള്ളാകും. ഇല്ല ഫുള്ളാകും, ഉറപ്പാണ്. ഞങ്ങൾക്കത് ഉറപ്പാണ്. ഞങ്ങൾ ഒരുമിട്ടവൻ ടീം അതിന് വേണ്ടിയുള്ള എഫേർട്ട്, ശരിക്കും ആ ഇട്ട എഫേർട്ട് ഉറപ്പായും തിയേറ്ററിൽ ഫാമിലി കയറും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രേഷ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ശരിക്കും ഹരിനാരായൺ സാറിൻ്റെ കൂടെയും ഒക്കെ ജാഫർ ഇടുക്കിയുടെയും ഇന്ദ്രസാട്ടിലൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഒരുമ്പെട്ടവൻ കാണുക. ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. അല്ലേ കാണാൻ പറ്റില്ലേ? നല്ല മൂവിയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഫാമിലിക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പോവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. തീർച്ചയായും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അമ്പിളി ചേച്ചിയാണ്, ആക്ട്രസ് ആണ്. അപ്പോൾ ഒരു വട്ടം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി. അപ്പോൾ അതിനെപ്പറ്റി വിശേഷം ഒരുപാട് സന്തോഷം. ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ അഭിമാനമാണ് ഇപ്പോൾ തോന്നുന്നത്. അത്രമേൽ ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെയാ ജോണി സാറിനൊപ്പമാണ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. ജോണി ചേട്ടൻ എന്താ തോന്നി? ജോണി ആന്റണി ചേട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ട് വർക്ക് ചെയ്യണേ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഈ പുലിമടയിൽ സെയിം ഒരു ക്യാരക്ടറായിരുന്നു. എനിക്കിത് വിളിച്ചപ്പോൾ ഒരു മടി ഉണ്ടായിരുന്നു, ഇനി അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടായിരുന്നു. ഇതും കൂടെ വെച്ചിട്ട് ഞാൻ നിർത്തിയേക്കാണ്, സ്റ്റോപ്പ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോർ ചെയ്യണത് മറ്റേ നമ്മുടെ ജാഫ്രിക്ക് സാറാണ്. തോന്നുന്നു ജാഫ്രിക്ക് സാറും നമ്മുടെ ഇന്ദ്രൻസ് കോംബോ അടിപൊളിയാണ്. കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് അങ്ങനെ തോന്നുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ജാഫ്രിക്കയുടെ വേഷം അങ്ങനെയാണ്. നല്ല കൂട്ടുകാരിയാണ്. ഇപ്പൊ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും പയറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഇതൊരു അറിയോ കഷ്ടപ്പാടിന്റെ വിജയം. എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. രേഖാചിത്രം വരുന്നു. ആ രേഖാചിത്രം ഇതെല്ലാം റിലീസ് ആവാൻ പോകുന്നു അടുത്ത ആഴ്ച. ചേച്ചിയുണ്ട്. ഈ മാസം രേഖാചിത്രം ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു. നല്ലൊരു കലാകാരിയാണ്, അഭിനേത്രിക. അതന്നെ. പിന്നെ മന്ദാകിനേക്കാൾ വേറെ ലെവലിലായിരുന്നു. മന്ദാകിനി നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നമ്മള് മാക്കി പരാതി നമുക്ക് ഷൂട്ടുണ്ട് ചോലവസ്കിയിൽ. ഓക്കെ, താങ്ക് യു. ഹായ്, നമസ്കാരം. അലിൻ ജോസ് AJP ആണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ വിനോദ് ബോസ് ചേട്ടനാണ്. ഓപ്പറേഷൻ ചാവയിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. ഇപ്പോൾ ഈ ഒരുപട്ടം സിനിമയിൽ ഉണ്ട്. അതിനെപ്പറ്റി വിശേഷം? ഒരുപാട് സന്തോഷം. ഇതുപോലെ ഒരു പടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇതിൽ ജാഫർക്കിൻ്റെ ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെ? ഞാനിവർ രണ്ടുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കൂടുതൽ നമുക്ക് അഭിനയത്തിൻ്റെ കുറേ കാര്യങ്ങൾ കാണാനും
ഇതൊന്നും അല്ല, ഞാൻ ചെയ്യുന്നൊന്നും അല്ല, അഭിനയം ഒന്ന് പഠിക്കാനൊക്കെ സാധിച്ചൊരു. ഇനി എന്തായാലും താങ്കളുടെ ഇതുപോലത്തെ ഒരു നായകവേഷമൊക്കെ വരുന്നുണ്ട്, 2 ചെയ്തിട്ടുണ്ട്, ഇറങ്ങാനിരിക്കുന്നു, വെയിറ്റ് ചെയ്യാണ്. ഇതിൽ നിസാർക്ക അഭിനയിച്ചിട്ടുണ്ട് സാർ മാമുക്ക്. എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ്, എപ്പോഴും എൻ്റെ ഒരു അനിയനെ പോലെ കൂടെ നിർത്തുന്ന ആളാണ്. എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു, നല്ലൊരു വ്യക്തിയാണ്. നമ്മുടെ സൗമ്യ ചേച്ചിയൊക്കെ അഭിനയിച്ചത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോമ്പിനേഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ അല്ലാതെ പരിചയമുണ്ട്. നല്ലൊരാളാണ്. എന്താ പറയാനുള്ളത് സിനിമയെ പറ്റി? പ്രേക്ഷകരോട് ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഈ പടം കണ്ടിരിക്കണം, ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് തമാശ പാട്ടുകളൊക്കെ ഉണ്ട്. അതെ, നല്ല പാട്ടൊക്കെ നല്ലതായിട്ട് തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡയറക്ഷൻ എങ്ങനെ ഹരിനാരായണ സാർ? രണ്ടുപേരും നന്നായിട്ട്, 2 ഡയറക്ടേഴ്സ് ഉണ്ട്, രണ്ടുപേരും നന്നായിട്ട് എനിക്ക് അറിയുള്ളൂ. കോർഡിനേറ്റ് ചെയ്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ തന്നെ അത് ഡീൽ ചെയ്തിട്ടുണ്ട്. ഒരു മറ്റേ ഹിന്ദിക്കാരൻ്റെ അഭിനയിച്ചൊരു പയ്യനുണ്ടല്ലോ, അത് ഹരിസാറിന്റെ മോൻ തന്നെയാണ്. അവൻ ബെറ്റർ ആയിട്ട് കിടുവായിട്ട് ചെയ്തിട്ടില്ല, അല്ലെ? ബംഗാളിയായിട്ടില്ല തോന്നുന്നു. ബംഗാളിയായിട്ട് അത്രേ ഉള്ളൂ. അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ലുക്ക് വ്യത്യാസം, ഇടിയും ബഹളമൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ട്. സോ നന്നായിട്ട് ഇത് ചെയ്തു, കോർപ്പറേറ്റ് ചെയ്തു. അതൊക്കെ രസമായിട്ട് തോന്നിയിരുന്നു. എന്തായാലും പടം എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. കണ്ടപ്പോൾ സന്തോഷം തോന്നി. നല്ല സന്തോഷം തോന്നി. മറ്റേ ജാഫർക്കോട് അഭിനയിച്ചപ്പോ ഒരു പപ്പ എന്നൊക്കെ വിളിക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ പപ്പാന്ന് വിളിച്ചില്ല, കൊച്ചു കാശ്മീർ കൊച്ചു പപ്പാന്ന് വിളിച്ചായിരുന്നു. അപ്പോ അതിന്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. പടം മൊത്തം കണ്ടപ്പോൾ കരഞ്ഞിരുന്നു. ഞാൻ ഡബിന്റെ സമയത്ത് കണ്ടിരുന്നു. അപ്പം നമ്മുടെ കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്റെ അനിയത്തി അതുപോലെയാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും വിഷമം വരും. അല്ലെങ്കിലും ചെറിയ പടം കാണുമ്പോ തന്നെ കരയും. നല്ല എല്ലാവരും അവരെ പറയാൻ ഞാനാരും നല്ലായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. സന്തോഷം. താങ്ക് യു.